ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പിളപ്പമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് വറുത്ത അരിമാവും 1 കപ്പ് തേങ്ങ ചിരകിയതും 6 ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തതും 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നെയ്യും ഏകദേശം 1/4 കപ്പ് ശർക്കര പാനി കാച്ചിയതും എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഞാനിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന പഴമെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് നെയ്യും ശർക്കര പാനിയും കൂടി ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കരപ്പാനി കാച്ചുമ്പോഴേക്ക് നല്ലതുപോലെ കാച്ചിയിട്ട് അരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയും തേങ്ങയും ഏലക്കാപ്പൊടിയും ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഈ ഏത്തപ്പഴത്തിന് പകരം നമുക്ക് പാളയംതോടൻ പഴവും നമുക്ക് യൂസ് ചെയ്യാം. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ഏത്തപ്പഴമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ചൂടോടെ തന്നെ ഇത് കുഴച്ചെടുക്കണം. ഞാനിവിടെ ഇത് നല്ലതുപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കുമ്പിളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തെരളി ഇല വേണം. ഇതിനെ ചില നാട്ടിൽ വയണ ഇല എന്നും പറയും. ഈ ഇലയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കുമ്പിളപ്പത്തിന്. ഒരു വയണ ഇല എടുത്തിട്ട് ഇതിനെ കുമ്പിൾ പോലെ മടക്കിയെടുക്കും. ഇനി ഇതിനുള്ളിലേക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തിവെക്കാം. ഇങ്ങനെ ഈ ഇരിക്കുന്ന ഇലയെല്ലാം ഈ ഫില്ലിംഗ് വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കാം. ഞാനിവിടെ തെരളി ഇലയിൽ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീം കയറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സ്റ്റീമറിൽ ഞാനിവിടെ അരഭാഗം വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേൽത്തട്ട് വെച്ച ശേഷം ഇതിന് പുറത്തേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന തെരളി ഇലകളെല്ലാം അടുക്കി കൊടുക്കാം. ഇനി ഈ പാത്രം അടച്ച് 10 മിനിറ്റ് ഇത് ആവിയേറ്റി എടുക്കാം. ഇതിവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കുമ്പിളപ്പം ഇവിടെ തയ്യാറായി. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.